ഹായ് ഫ്രണ്ട്സ്, ഒരു സ്പീക്കർ റെഡിയാക്കുന്നതാണ്. സ്പീക്കറല്ല, ഊഫറാണ്, സബ് ഊഫർ. 8 ഓംസിൻ്റെ ടെക്നിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ, അതായത് നാഷണൽ പാനാസോണിക്കിൻ്റെ കമ്പനി തന്നെയാണ് ടെക്നിസ്, മെയ്ഡ് ഇൻ ജപ്പാൻ. അതിൻ്റെ ഒരു ഊഫർ ഉപയോഗിക്കാതിരുന്ന് സ്റ്റക്കായി പോയതാണ്. അതുകൊണ്ട് അതിൻ്റെ പേപ്പറും എല്ലാം സ്റ്റക്കായിപ്പോയി, അതിൻ്റെ കോയിലും എല്ലാം സ്റ്റക്കായിപ്പോയി. അവനെ നമ്മളൊന്ന് റിപ്പയർ ചെയ്തെടുത്ത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണ്ടുപിടിച്ച് ശരിയാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ചെയ്യുന്നത് ഞാൻ കാണിച്ചായിരുന്നു. ഇതും തന്നെ ജെൻസി എന്നാ ഇപ്പം ചെയ്യാൻ പോകുന്നേ? പൊളാരിറ്റി അറിയാൻ, പൊളാരിറ്റി പ്ലസും മൈനസും. നോർമലായിട്ട് എപ്പോഴും ഈ ഒരു സെറ്റിൻ്റെ ഒരു സ്പീക്കർ നമ്മൾ കയ്യിലെടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവും റൈറ്റ് സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മുടെ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് കൈ ആണല്ലോ ഇത്, അല്ല സോറി, ഇത് റൈറ്റ് കൈ ആണല്ലോ, ഇത് ലെഫ്റ്റ് കൈ. ഈ ലെഫ്റ്റ് സൈഡ് ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. 99% സ്പീക്കറിനും അങ്ങനെയാണ്. ഇനി പഴയ ടെക്നിക്സ് ആയതുകൊണ്ട്, നാഷണൽ പാനാസോണിക് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇനി അവന്മാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ സിമ്പിളായിട്ടൊരു കാര്യം നോക്കിയാൽ മതി. ഒരു ബാറ്ററി എടുക്കുക, ഒരു 1.5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ട്, ഒരു ബാറ്ററി ഒരു വയർ കഷ്ണം തരാൻ വെച്ച് ഈ സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ പോയി നിൽക്കുക. ഇതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ പോയി നിൽക്കാൻ മുടിഞ്ഞ ചൂടാ, എന്തൊരാവിയ ഈ വന്നിട്ടേ നമ്മളങ്ങ് ചെയ്ത് വേർത്തങ്ങ് ഓടിക്ക്. ഓരോ മുറിയാ. അത് വലിയ സെറ്റ് ഇപ്പോൾ TV എല്ലാം അവിടെ അഴിച്ചിട്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തോണ്ട് താഴോട്ട് വന്ന. പൊളാരിറ്റി നോക്കുവാണോ? പൊളാരിറ്റി അതായത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. നമുക്ക് സ്പീക്കറെ നമ്മൾ ഔട്ട്പുട്ട് സ്പീക്കർ വർക്കിംഗ് ആണെന്ന് അറിയാൻ ഒരു LED കൊടുക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു AC വോൾട്ടേജ് ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇത് കണ്ടോ, പുറത്തേക്ക് തള്ളുന്നുണ്ടോ? അപ്പോൾ പുറത്തോട്ട് തള്ളും. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിറ്റീവ്. ഇനി അത് നേരെ തിരിച്ചു പിടിച്ചാൽ അകത്തോട്ട് വലിക്കുക, അത് വേണ്ട. അപ്പം ഇനി ഒന്ന് തിരിച്ചു വെച്ചപ്പോൾ ആ വട്ടായി. ടെസ്റ്റ് ചെയ്താൽ മതി. ഏത് സ്പീക്കറും ഇതേ പോസിറ്റീവ് കൊടുത്ത് നോക്കാം. അകത്തോട്ടാണോ? ഇവിടെ മലത്തി വെക്കാം, എന്നാലെ കാണാം. അല്ല, ഞാനൊന്ന് കണ്ടോട്ടെ. സ്പീക്കറിന് ഈ ബാറ്ററിക്ക് ചാർജ് ഇല്ല ജെൻസി, വേറൊരു ബാറ്ററി തരാം. പുറത്തോട്ടല്ലേ തള്ളുന്നത്? അകത്തോട്ടാണോ? വേണ്ട തള്ളുന്നത്. ഇപ്പോൾ പുറത്തോട്ടാ. ഉണ്ടോ? മേളിലോട്ട് ഇവിടെ പൊങ്ങുന്ന നോക്കിയാൽ മതി. ഉണ്ടോ? അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഒരു മാർക്കർ എന്തെങ്കിലും ഇവിടെ നമുക്കൊരു മാർക്കർ. അത് മാർക്കറാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ തെറ്റല്ല. പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അത് മാഞ്ഞു പോയാൽ ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ സ്പീക്കറിനും അങ്ങനെയാണ്. അപ്പോൾ പ്രശ്നം തീർന്നു. ഏത് സ്പീക്കർ അപ്പോൾ കയ്യിലെടുത്താലും ധൈര്യമായിട്ട് നമുക്ക്. അത് കുഴപ്പമില്ല, അത് പതുക്കെ തരിക. തരുന്നതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തീർന്നു തരുന്നതായിരിക്കും. ഇനിയിപ്പം സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ. കാരണം വെച്ചാൽ TV ഒത്തിരി വരുമ്പോഴേ TVക്കാരെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തല്ലേ വിഷയമാണ്. ഇതിപ്പോൾ ഇന്നലെ അങ്ങ് തീർത്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു മൂടാണ് ഇതൊക്കെ. ഇപ്പം ചെയ്തേക്കെ നല്ല സ്പിരിറ്റ് നിൽക്കുകയാണ്, പടപടം എല്ലാം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉഴപ്പനായി മാറി. അങ്ങനെയല്ല എല്ലാവരും, അല്ല പുതിയ പിള്ളേരെല്ലാം അങ്ങനെയല്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 മണിക്കൂറിനാണ് ചെയ്യും. ഇതാണ്ട് ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ വന്ന് ഞാൻ ഇപ്പം തന്നെ ചെയ്താണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഏത് സെറ്റ് വന്നാലും ഞങ്ങൾ എപ്പോഴും നോക്കും. നമുക്ക് പണി തീർത്ത് കൊടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ പണി തീർത്ത് കൊടുക്കും. പിന്നെ പെൻഡിങ് വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയർ ഇല്ലാതെ വരുന്നതാണ്. സർവീസ് സെന്ററിൽ കൊടുത്ത് കുളം തോണ്ടിക്കൊണ്ടിരുന്ന സാധനം.
പിന്നെ അവനവൻ തന്നെ പഠിച്ച പിന്നെ അവനവൻ തന്നെ പണിതുകൊണ്ട് വരും. അവനവൻ തന്നെ പണിതിട്ടു മുഴുവൻ അതിനകത്ത് എല്ലാം കുത്തി പറിച്ച് എല്ലാം നശിപ്പിച്ച് കൊണ്ടുവരും. അങ്ങനെ ഒത്തിരി സെറ്റുണ്ട്. ഹോം തിയേറ്റർ ഉണ്ട്. എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൊടുത്ത് അവർ ഉപേക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഒത്തിരി പെൻഡിങ് വരും. തൊടാതെ ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നു ഒരു സാധനം. ഇതിപ്പോൾ ഞാൻ എന്നാ മുഴുവൻ വലിച്ചു പറിച്ച് നിങ്ങൾ കൊണ്ടുവന്നാലും ഇത് എനിക്ക് എല്ലാ സാധനവും എൻ്റെ ഉണ്ട്. എടുത്ത് ഫിറ്റ് ചെയ്യേണ്ട കാര്യം പശ ഒട്ടിക്കേണ്ട താമസമുള്ളൂ. എന്താണ് നമ്മുടെ സബ്സ്ക്രൈബർ? പുതിയ നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ പുള്ളി? അതെ അതെ സബ്സ്ക്രൈബർ ആണെന്നല്ലേ പറഞ്ഞേ. എന്നാണ്ട് വിശേഷം? എന്നാണ്ട് സുഖമാണ്? 200 രൂപ വന്നിട്ടുണ്ടല്ലേ? അഡിക്റ്റ് ആയി പോയോ? ആ പ്രശ്നമാണല്ലോ. എന്നാലും എനിക്ക് പാണ്ഡിത്യമുണ്ടെന്ന് നീ എൻ്റെ കൂടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നും എനിക്ക് ഇത്രയൊക്കെ ബോധം ഉണ്ടടാ, നിന്നോടൊക്കെ പറയാത്ത. പുള്ളി നമ്മളോട് 14 വർഷം ജോലി ചെയ്ത ആളാ. എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്? ആ, ഫോട്ടോഷോ ഓടിക്കുക. ഞാൻ എല്ലാവരും പിരിച്ചു വിട്ടു. ഞാൻ പിരിച്ചു വിട്ടു. ചെറിയ ചെറിയ നുറുങ്ങ് സീൻസ് ഒക്കെ ഇടുന്നത് അതിന് പറയുന്ന വേർഡ്സുകളും ഭയങ്കര അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന ഉണ്ട്. എന്നെ പറ്റൂ. അതെ അതെ അതെ. നമ്മളെന്തും പോസിറ്റീവായിട്ട് എടുത്താൽ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം. എല്ലാം നെഗറ്റീവായിട്ട് എടുത്താൽ ഇപ്പം സജിയുടെ എനിക്ക് ഇഷ്ടമുള്ള പോളിസി, നിന്റെ ഇഷ്ടമുള്ള പോളിസി എന്ന് പറഞ്ഞാൽ നീ എന്നാ പ്രശ്നമാണേലും നീ പോസിറ്റീവാണ്, നീ സന്തോഷമായിട്ടാണ് പോകുന്നത്. അല്ലാതെ നിസ്സാര കാര്യത്തിന് അയ്യോ ഞാൻ തീർന്നേ ചത്തേ നമ്മൾ പറയുന്നില്ല. ഇത്രയല്ലേ ഉള്ളൂ ജീവിതം. അതൊക്കെ ഹാപ്പി ആയിട്ട് അങ്ങ് പോയാൽ പോരെ. എന്നതാടാ ഒരു ഇന്നലെയൊക്കെ ആ കൊച്ചിനെയൊക്കെ എന്നാ തോട്ടി വലിച്ചെറിയുക. ഇവളൊക്കെ എന്നെ തള്ളയാണ്. എന്തവസ്ഥയായത്? അമ്മയെ ചവിട്ടിക്കൊല്ലുക, അപ്പനെ ചവിട്ടിക്കൊല്ലുക. കേരളം ഭ്രാന്താലയം എന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാ. ഇപ്പോഴാണ് അത് കറക്റ്റായത്. ആ അല്ല, ഇത്രയും നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു എന്നാണേലും കേരളം ഒരു വിദ്യാഭ്യാസം 100% വിദ്യാഭ്യാസം വിവരവും ബോധവും ഉള്ള നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ മോശമായ രീതിയിൽ നമ്മുടെ ആൾക്കാർ പെരുമാറുന്നുണ്ട്. നമുക്കത് രാവിലെ സത്യം പറയാമല്ലോ, ശ്രീകണ്ഠൻ നായർ പറയുന്ന പോലെ TV ഓണാക്കി ന്യൂസ് കേൾക്കാനേ പേടിയാണ്. എന്നാ കോപ്പ രാവിലെ കേൾക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതോടെ നമ്മുടെ സകല മൂടും പോവും. സാധാരണ നമ്മൾ കാപ്പി കുടിച്ചോണ്ടാണ് ന്യൂസ് കേൾക്കുന്നത്. ആ കാപ്പി കൂടി തന്നെ നിന്നു പോവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭയാനകമായ വൃത്തികെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് രാവിലെ. അമ്മ ചവിട്ടിക്ക് 85 വയസ്സുള്ള അമ്മ മകൻ ചവിട്ടിക്കൊന്നു. എന്തൊരവസ്ഥ! അവൻ കള്ളു കുടിച്ചേച്ച് ചെല്ലുന്നു, കള്ളു കുടിക്കുന്നതിന് അമ്മ എതിര് പറയുന്നു. ആ എടാ, കുഞ്ഞു പിള്ളേരുണ്ട് ലക്ഷങ്ങൾ മേടിക്കുന്നവന്മാർ, കുഞ്ഞു പിള്ളേർ. അവന്മാരുടെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടടിച്ചു പോകും. അത്ര കഴിവുള്ളവരുണ്ട്. ഒരു സ്വന്തമായിട്ടൊരു കഴിവുള്ള ഒരാൾ ഇതുകൊണ്ട് മാത്രം നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വേറെ ജോലി ചെയ്തു, അതിൻ്റെ കൂടെ ഒരു രസം, എൻ്റർടൈൻമെൻറ്റ്. നാളെ നമ്മൾ മരിച്ചു പോയാൽ ഇത് യൂട്യൂബിൽ കിടന്നോളൂ. മോഹൻലാൽ 65 വയസ്സായി മോഹൻലാലിന്. മോഹൻലാൽ ഇന്ന് മരിച്ചാലും മോഹൻലാലിനെ എന്നും ഓർക്കല്ലേ. അതിന് മാത്രം സംഭവമല്ലേ മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കൊരു മോഹൻലാലാകാൻ പറ്റിയല്ല. നമുക്ക് സിനിമ പിടിക്കാൻ നമുക്ക് ആശീർവാദ് ഫിലിംസ് ഇല്ല, നമ്മുടെ പൈസയും ഇല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 5 പൈസ മുടക്കില്ലാതെ ചെയ്യാവുന്ന സാധനമാണിത്. ഇത് കോപ്പിറൈറ്റ് പ്രശ്നമില്ല. സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്നവനും കാണാം, അമേരിക്കയിൽ ഇരിക്കുന്നവനും കാണാം, ദുബായിൽ ഇരിക്കുന്നവനും കാണാം, ലോകത്തെവിടെ ഇരിക്കുന്നവനും കാണാം, നമ്മളെ ഇഷ്ടമുള്ളവർക്ക് കാണാം. ഞാൻ നോക്കിയേ, അതായത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് കുറേ രാജ്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ കഴിഞ്ഞ കൂടുതൽ കാണുന്ന രാജ്യങ്ങൾ. ഫിലിപ്പൈൻസ്
ഉൾക്കൊണ്ടിട്ടേ നമ്മൾ അല്ല, ഞാൻ ആവശ്യമുള്ള കാര്യം പറയുന്നുള്ളൂ. അല്ല, ചുമ്മാ ചവറ് കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നല്ല സംഭവമാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് കാരണം എനിക്ക് 55 വയസ്സായി. ഇനി ഏത് നിമിഷവും ഞാൻ മരിച്ചു പോകും. എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ മറ്റു നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ ഇളയതാണ്. ഏ എൻ്റെ ഇളയതാണ്. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് അതിന് വേലുണ്ട്. ഞാൻ പെൻഷൻ മേടിക്കുന്നതാണ്. അപ്പം 60 വയസ്സുണ്ടോ നിനക്ക്? 60 വയസ്സ് പോലല്ലേ പെൻഷൻ കൊടുക്കുന്ന? 60 വയസ്സ് പോലെ. ദൈവമേ മതി. ഞാൻ നിനക്കൊരു 50 വയസ്സിക്കുള്ളില്ലെന്ന്. പക്ഷേ സജിയുടെ ഒരു ഗുണം ഞാൻ കണ്ടത്, സജി അന്നും ഇന്നും ഹാപ്പിയാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഇന്നും മറക്കില്ല. പണ്ട് വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ ടൈല് മേടിക്കാൻ പോയത് മാത്രം. എന്നതാ വഴി തെറ്റി. ചാന്ത് കൂട്ടിയല്ല, അതായത് ടൈൽ ഇച്ചിരി കുറവുണ്ട്. തേച്ച് തുടങ്ങിക്കോ, അടിച്ചു തുടങ്ങിക്കോ, ബാത്റൂമാ. ഞാൻ പോയി ഇപ്പം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് 9 മണിയായപ്പോൾ ഒരാൾ പോയതാ. വൈകിട്ട് 7 മണിയായപ്പോൾ പണി തീർന്നപ്പോഴും പുള്ളി വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് പുള്ളി എടുക്കുന്നില്ല. എങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോയത്? ബസ്സിനാണ് പോയല്ലേ? അവസാനം ഈ ടൈലൊട്ടിക്കുന്ന പുള്ളി എന്നെ തെറി പറയാം. ഇത് കൂട്ട ആൾക്കാർ, ഞാൻ വേറെ ആളെ അവിടുന്ന് വിളിച്ച് കൊണ്ടുവരായിരുന്നല്ലോ. ഇത് ഒരു 5-8 ചട്ടി ചാന്തും എല്ലാം കളഞ്ഞു. പിന്നെ പുള്ളി ഇട്ടിട്ട് പോയി. അന്ന് പണി നടന്നില്ല. പുള്ളി ഒരു 6 മണിയായപ്പോൾ വരികയും ചെയ്തു. വഴി തെറ്റിപ്പോയി. ഇത് എവിടെയാ കടയെന്ന് മനസ്സിലായില്ല. എന്നാലും മതിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. 6 മോക്കാ, മോടെ മോക്കോ? അവളെ പഠിപ്പിച്ചു കൊടുക്കാം സമയമുള്ളപ്പോൾ. ആദ്യം അവൾക്കൊരു ഇമെയിൽ അഡ്രസ്സ് വേണം, ഒരു ഫോൺ നമ്പർ വേണം. അവളുടെ പേര് കിട്ടിയാലേ അവളുടെ അപ്പൻ്റെ. പിന്നെ അമ്മയുടെ പേരിലെടുക്കാമല്ലോ. അമ്മയുടെ പേരിലോ അപ്പൻ്റെ പേരിലോ എടുക്കുക. അതിൽ ഞാൻ പറഞ്ഞേ, ഒരു ഫോൺ നമ്പർ വേണം. അത് അപ്പൻ്റെ ആകാം അമ്മയുടെ ആകാം. കൊച്ചു യൂട്യൂബ് ചെയ്യുന്നെങ്കിലും കാശ് അപ്പനെ കിട്ടുള്ളൂ എന്ന് മാത്രം. കുഴപ്പമില്ലല്ലോ. അതായത് പ്രായപൂർത്തിയാകാത്ത കൊച്ചിന് പൈസ കൊടുക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് അപ്പൻ്റെ പേരിൽ ഒരു സിം കാർഡ് വേണം, ഒരു ഇമെയിൽ ഐ ഡി വേണം. ആ സിം കാർഡ് വെച്ച് തന്നെ ഒരു ഇമെയിൽ ഐ ഡി എടുക്കുക. ഇത്രയോ ആവശ്യമുള്ളൂ. ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞു തരാം. അത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതൊരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും ആകുമ്പോഴാണ് നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണറാകുന്നത്. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ സജി, വല്ലവൻ്റെ പാട്ടെടുത്തിടരുത്, വല്ലവൻ്റെ വീഡിയോ എടുത്തിടല്ലേ. കൊഞ്ഞനെ കുത്തുവാണേലും തന്നെ ഇരുന്ന് കൊഞ്ഞനെ കുത്തിയിട്ടോ, നമ്മളെ ചിരിയിട്ടു. അങ്ങനെ എന്തായാലും പേരുണ്ട്. ചക്ക വെട്ടാൻ അറിയത്തില്ലാത്ത എത്ര പിള്ളേരുണ്ട്. ഒരു കോമഡി പണ്ട് പറയുമല്ലോ, ചായ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ നീ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് ഗ്യാസിൽ വെക്കാൻ പറയുമ്പോൾ 2 ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്ത് 2 ഗ്യാസിൽ വെച്ച് കണ്ടിട്ടില്ലേ കോമഡി? അത്രയും വിവരമുള്ളെന്ന് പിള്ളേർക്ക്. അപ്പോൾ അവർക്ക് യൂട്യൂബ് നോക്കി ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ പോലും എന്തായാലും ഇപ്പം ഞണ്ട് കറി ഉണ്ടാക്കുക, നമുക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്ത കുറേ കറികളുണ്ടല്ലോ, ഇതൊക്കെ യൂട്യൂബിലുണ്ട് കിടപ്പ്. നമുക്കല്ലേ ഇവിടെ ചക്കയൊക്കെ ഉള്ളത്. ചക്ക ഇല്ലാത്ത നാടുകളുണ്ടല്ലോ, അവർക്ക് ചക്ക വെട്ടാൻ അറിയത്തില്ല, അത് വേവിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഫുൾ അവധി ഇല്ല ഇപ്പോൾ. ഇതാ മറ്റേ തടി കൊണ്ടുള്ള പെട്ടിയുള്ള സെറ്റ്. അതിന് 2 വ്യൂ മീറ്റർ, വലിയ വ്യൂ മീറ്റർ അല്ലേ? മെറ്റലാണോ ഈ സെറ്റ്? ഇടയ്ക്ക് പോകുമാർ 380. ഇത് ചേട്ടന് എത്ര നാൾ മുമ്പ് 15,000 രൂപയ്ക്ക് മേടിച്ചേ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സ്പീക്കർ, ഏത് കണ്ടീഷനുള്ള സ്പീക്കറാണെങ്കിലും എത്ര പഴയതാണെങ്കിലും നമുക്കത് റീകണ്ടീഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഒത്തിരി ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ട ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്യാം. ആർക്കും യൂട്യൂബ് തുടങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ്.